കൊടൈക്കനാലിലെ നമ്മുടെ പൂമ്പാറ വില്ലേജ് പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള വേറൊരു സ്ഥലമാണ് പൂണ്ടി എന്ന് പറയുന്നത്. നമ്മൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. റോഡ് പണി നടക്കുന്ന കാരണം അത്യാവശ്യം അഡ്വഞ്ചർ ട്രിപ്പ് പോലെ എന്നൊന്ന് പറയാം. നീണ്ട് പരന്നാണ്ട് കിടക്കല്ലേ. അവിടെ പോകാല്ലേ സ്ഥലം കാണാ. ഇത് എന്താ പ്രത്യേകത പൂണ്ടി വില്ലേജ്? തമിഴ്നാട്, അതിക്കപ്പുറം മലക്കപ്പുറം കേരള അല്ലേ? ഇത് പൂണ്ടി വില്ലേജിലെ നിറയെ കൃഷിതാ. ഇത് എന്ത് കൃഷി? വെള്ളത്തുള്ളി. വെള്ളത്തിന് വെള്ളപ്പൂവ്, വെളുത്തുള്ളി. വെളുത്തുള്ളി. കൊടൈക്കനാലിലെ കടസ്, തമിഴ്നാട്ടിലെ ലാസ്റ്റ് പഞ്ചായത്ത് എവ്വളോ അഴകമാ വില്ലേജ് தான். കേരളത്തിൽ ഇത്ര അഴകുള്ള വില്ലേജ് பார்க்க முடியாது. കേരളത്തിൽ തൃശ്ശൂർ தான். തൃശ്ശൂർ പൂരം കേട്ടിருக்கா? പൂരം കേട്ടിருக்கா? വന്നിருக்கா തൃശ്ശൂർക്ക്? ഗുരുവായൂർ വന്നിருக்குല്ലേ? ഗുരുവായൂര്, ശബരിമല എല്ലാം കേരളത്തിൽ തന്നെ. ശബരിമല എങ്ങിട്ട് കന്യാകുമരിയൊക്കെ ശബരിമല. എന്താ ആർമയായ നാട്ടുകാരതാ കഷ്ടം. അമ്മയ്ക്ക് മുടിഞ്ഞാ ഉങ്കും മുടിയും എല്ലാവർക്കും தான் முடியும். എന്നാ മനസ്സ് மட்டும்தான் இருந்தா போதும். கொண்டுவதுக்கு ஆள் இருக்காதுல. മനസ്സ് இருந்தா போதும். கொண்டுவதுக்கு ആൾക്കാർക്ക് തന്നെ போதும். അമ്മയ്ക്ക് മനസ്സിരുന്ന് കൊണ്ടുപോവാ പിള്ളേ ഇരുന്ന് പോന്നാച്ച് അവളതാ പോളാച്ച. ഇതെല്ലാം ഫ്രണ്ട്സ് താ. അവരെല്ലാവരും പാതുകാപ്പ്. അമ്മേനോട് ഫ്രണ്ടേജ് കിടക്കാതെ ഉള്ളിൽ താർക്കൂല്ലേ? ഓക്കെ. ഏക്കർക്ക് 35-40 ലക്ഷം താ. അത് ഇങ്ങ വന്ന് ഇൻവെസ്റ്റ്മെന്റ് 100 സെന്റ് സ്ഥലത്തിന് 40 ലക്ഷം രൂപ. ഇങ്ങ വന്നത് തന്നെയാണ് നിങ്ങളൊക്കെ പാക്കം പിടിച്ചത്. അല്ലല്ല ഇത് ഇവർക്ക് തെറിയാൻ പിടിച്ചത്. വെളുത്തുള്ളി അല്ലേ? അതായത് ഇവർ പറയുന്നത് ഇവിടെയാണ് ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് വെളുത്തുള്ളി തന്നെ. ഓക്കെ. അല്ലാതെ മരുന്ന് ഗുണം ജാസ്തി ആയിരിക്കില്ല. എന്താ എന്നായിരിക്കും അതല്ലേ? ഓക്കെ. ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്ന വെളുത്തുള്ളിക്ക് വളരെ മണ്ണിന്റെ ഗുണം, അതായത് മരുന്നിന്റെ ഗുണം വരുന്നുണ്ട്. മരുന്ന് ഗുണം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊരു അസുഖങ്ങൾ വന്നാലും ഇതിലുണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള വെളുത്തുള്ളി സാപ്പിട്ട നമ്മുടെ ഹെൽത്ത് ഒക്കെ ரொம்ப ഹെൽത്ത് ആയിരിക്കുന്നതാണ്. അതല്ല പുതിയ അറിവാ നമ്മുടെ കാഴ്ചക്കാർക്ക് അത്. ഓക്കെ. കറിക്കത്തല്ലേ? പൂണ്ടി വെളുത്തുള്ളിക്ക് ഇതാ എന്താ സ്പെഷ്യാലിറ്റി? മണ്ണവണൂർ, പൂക്കാൽ, പൂമ്പാറ. 4 സ്ഥലത്ത് പഞ്ചായത്ത് മരുത്തുവ കുളം വാങ്ങിയത് அரசு അംഗീകാരം. അത് ഡൽഹിന്ന് അംഗീകാരം കിട്ടിയിരിക്കല്ലേ? ഓക്കെ. നമ്പർ 1 വെളുത്തുള്ളി അല്ലേ? അപ്രൂവൽ. അത് ഡൽഹിയിലുള്ള സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ അപ്രൂവൽ അത് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടുത്തെ വെളുത്തുള്ളിയാണ് വേൾഡിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള വെളുത്തുള്ളി. അതിന് മരുന്നിന്റെ ഗുണം കൂടി ഉണ്ട്. അത് നമ്മുടെ ഫുൾ ബോഡീനെ എനർജി ആക്കാനും ഹെൽത്തി ആക്കാനും ഇവിടുത്തെ വെളുത്തുള്ളിക്ക് സാധിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും മരുന്നുകളുള്ള വെളുത്തുള്ളി അല്ലേ? ഇത് പറിച്ചു വരുന്ന വഴിയാണല്ലേ? ഓക്കെ. അല്ല சொல்லுங்க. മൊത്തം ഓക്കെ 150 ഓക്കെ. അപ്പൊ അല്ല പോകില്ല. എതിർക്കട്ടെ.
ഇല കെട്ടിയതോ അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുമ്പോ കൊണ്ടുപോകാനേ? இது வேவிச்சது அப்புறம் சாப்பிட்டா நல்லா இருக்குல்ல? வேவிச்சது அப்புறம் சாப்பிட்டா இல்ல வேவிச்சது அப்புறம் ஒரு சின்ன யூடியூபர் தான் இந்த வீடியோ உனக்கு போய் பார்க்க போகுது. ப்ராப்ளம் இல்ல? ஓகே இது ப்ராப்ளம் नहीं है कैसे प्रॉब्लम नहीं है ஒன்னு சாப்பிடுங்க ஒரு இவல் மட்டும் சாப்பிடுங்க அது பிடிக்குது இந்த குவாலிட்டி மட்டும்தான் சூப்பரா இருக்கு. ஓகே താങ്ക്യൂ. ഇപ്പൊ പൂണ്ടി വില്ലേജിലോട്ട് നമ്മൾ യാത്ര പറയാണ്. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ തന്നെ അവസാനത്തെ പഞ്ചായത്താണ്. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഇത്രയും മനോഹരമായിട്ടുള്ള അറിവുകളും ഇതുവരെ നമുക്കില്ലാത്ത അറിവുകളും നമുക്ക് പകർന്ന ഈ നാട്ടുകാരോട് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള വെളുത്തുള്ളി വേൾഡ് നമ്പർ 1 ക്വാളിറ്റി ഉള്ളതാണ്. അത് ഡൽഹിയിലെ സെൻട്രൽ ഗവൺമെന്റ് വരെ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയ ഭാഗ്യത്തിന്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.